ശോഭിക്കും നാളിൽ നിർത്തണമേ വലമായി ണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ക്രമീകരണം ആളുകൾ ചെയ്യണം. ഇവിടെ ധൂപപ്രാർത്ഥന നടത്തിയാൽ ഉടൻ തന്നെ ആളുകൾ വാഹനങ്ങളിൽ കയറുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നോക്കി നിൽക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കും. അതിനുശേഷം മൃതശരീരം നമ്മൾ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഭവനത്തിൽ വെച്ചായിരിക്കും അടുത്ത പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പള്ളിയിൽ വെച്ച് അടുത്ത ശുശ്രൂഷ പൂർത്തീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടി സംസ്കരിക്കപ്പെട്ടതായ സെമിത്തേരിയിലേക്കും മൃതശരീരം കൊണ്ടുപോകുന്നതായിരിക്കും. എല്ലാവർക്കും പള്ളിയിലേക്ക് പോകുവാനായിട്ട് വാഹനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വാഹനങ്ങളിൽ ധൂപപ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളുകളെല്ലാവരും നേരത്തെ വാഹനങ്ങളിൽ പ്രവേശിച്ച് പോകണം. മൃതശരീരം എടുക്കുവാനുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതിയാകുമെന്ന് അറിയിക്കുകയാണ്. घर का जो प्रोग्राम है प्रेयर वगैरह वो सारा यही ख़त्म हो गया. अब इसके बाद का अगले जो चर्च का प्रेयर का कार्यक्रम चर्च में होगा. चर्च के लिए अभी बॉडी हम यहाँ से उठा के ले जाएंगे. और जो चर्च में जो भी चर्च में जाने का चाहता है उनके लिए गाड़ी का अरेंजमेंट किया है. अपना गाड़ी में आओ, नहीं तो एक गाड़ी यहाँ से कर सकता है, उसमें आ सकता है. और चर्च में से प्रेयर के बाद तो सेमेटेरी के लिए बॉडी उठा के ले जाएंगे. उस हिसाब से जिसको अंतिम उपचार करने का अभी टाइम है, किसी को भी अंतिम उपचार करना हो, यही करना है तो यही कर लीजिए. आगे नहीं आ रहा है. बाकी जो भी होगा चर्च में होगा. अभी थोड़ा सा प्रेयर घर पे होगा. और जब उसके बाद तुरंत बाद हम बॉडी यहाँ से उठाएंगे. जिसको भी जाना है वो गाड़ी वाड़ी में अरेंज करके चलिए चर्च के लिए. മക്കളിലെ ഹല്ലേലൂയ ഭക്തന്മാരെ ദൈവം കൃപ ചെയ്യും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി
പിറ്റെന്നൊപ്പമുണർന്നിടാ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി
മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. പ്രിയ ജോസ് തോമസ് താൻ ഏറ്റവും പ്രിയം വെച്ചവനായിരിക്കുന്ന കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു. തന്റെ വീണ്ടെടുപ്പുകാരന്റെ നിത്യമായ കർത്താവിന്റെ തിരുസന്നിധിയിൽ എത്തിയിട്ടുള്ള സൗഭാഗ്യം സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് ദേവാലയത്തിൽ വെച്ചിട്ടുണ്ടായിരിക്കുന്ന ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ദേവാലയത്തിലെ ശുശ്രൂഷകർക്ക് വലിയ പെരിയ ബ്രാഹ്മോർപ്പിസ്തുക്കാച്ച്, ഏറെ ബഹുമാനപ്പെട്ട ഐസക് മാത്യൂസ്, ബഹുമാനപ്പെട്ട സാൻഡോ പിടിയത്തച്ച് എന്നിവരുടെ അനുഗ്രഹീത നേതൃത്വത്തിൽ നടത്തപ്പെടുമ്പോൾ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവാതിരുസന്നിധിയിലായിരിക്കാം. സ്വർഗീയ ദാസിനെ തമ്പുരാൻ അവിടുന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
വിദൂരസ്ഥമായി തീർന്നിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവുമാനന്ദവുമായ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധമാലാത്മാരാൽ നയിക്കപ്പെടുവാനും പുനരുദ്ധാന ദിവസം വരെ അവിടെ ആനന്ദം അനുഭവിച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാവായ നിന്നെ മുഖപ്രസന്നതയോടുകൂടെ അഭിമുഖീകരിക്കുവാനും ഇടയാകണമേ. ഓശോ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ തിരുമന്ദിരത്തിന്റെ ക്രമങ്ങളെല്ലാം വായിച്ചു സൃഷ്ടിക്കണമേ. അപ്പോൾ നിന്റെ വഴിപഠിപ്പിക്കും. ഭാവികൾ നിങ്ങളേക്ക് തിരികെ ചെയ്യും. എന്റെ രക്ഷിതവുമായ ഇഷ്ടപ്പെട്ടില്ല. ഹോമോരുമില്ല. ദൈവത്തിന്റെ വരികൾ താഴ്വിടാകുന്നു. ദൈവം അറിയാതെ നിരസിക്കുന്നില്ല. അപ്പോൾ ദൈവമേ യോഗ്യമാകുന്നു. നിന്നെ വിളി
പ്രാപിച്ചുകൊണ്ട് കൽപ്പന പ്രകാരം ഇവിടെ നിന്ന് യാത്രയായിരിക്കണം. ഇതിന് ആത്മാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, പൗരന്മാരെ സുവിശേഷത്തിന്റെ പിടിയിൽ നിന്നും അന്തരീക്ഷത്തിൽ അതിനശിച്ചിട്ടുമുള്ള സമൂഹത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ള വാസസ്ഥലങ്ങളെ ചെന്നെത്തുവാനത്തോളം ഇതിന്റെ ആത്മാവിനെ കാത്തുകൊള്ളണമേ. പിതാവും പരിശുദ്ധമായുള്ളവരും ഈ ആത്മാവും വിശുദ്ധന്മാരെ പട്ടണത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ള സ്ഥലത്ത് ഇപ്പോൾ ചെയ്യുമാറാകണമേ. നക്ഷത്രങ്ങൾ കാർമേഘാവൃതമായി തീരുകയും ചെയ്യുന്ന സമയത്ത്
ഭയങ്കരമായി എന്തിനാകുകയും പ്രത്യക്ഷമായി കാണപ്പെടുകയും എല്ലാ ഭോഭാവങ്ങളെയും കൃത്യങ്ങളെയും ഭയത്തോടും വരലോടെ നിർത്തുകയും നീതിമാന്മാർ സന്തോഷിക്കുകയും പുണ്യവാന്മാർ ആർദ്ദിക്കുകയും പ്രകാശ സന്താനങ്ങൾ എല്ലാവരും എതിരേൽക്കുവാനായി പുറപ്പെടുകയും ദുഷ്ടന്മാർ ലജ്ജിക്കുകയും വിജാതികൾ മ്ലാനവരാവുകയും ദുഷ്കർമ്മികൾ നാണിച്ചു നിൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നിന്റെ മഹിമയുടെ സിംഹാസനം ഒരുക്കപ്പെടുകയും ആനന്ദപ്രദമായ ശബ്ദമെല്ലാ ജനങ്ങളെ ഒരുമിച്ച് കൊള്ളുകയും നീതി കോപിക്കുകയും അഗ്നി ചൊലിക്കുകയും വാൾമൂർച്ച കൂട്ടപ്പെടുകയും പുറത്യന്തകാലം വ്യാപിക്കുകയും നാശവും ദണ്ഡനവും വിധിക്കപ്പെടുകയും പല്ലുകടി കേൾക്കപ്പെടുകയും ഉത്തമന്മാർ വേദനിക്കപ്പെടുകയും പാപികൾ ശിക്ഷിക്കാൻ വിധിക്കപ്പെടുകയും സർവരുടെയും പ്രവൃത്തികൾ പരസ്യമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നതായ ഭയങ്കര സമയത്ത് അവിടെയുള്ള ശിക്ഷാവിധിയിൽ നിന്നും ദണ്ഡനങ്ങളിൽ നീ നിന്റെ ദാസന്റെ ആത്മാവിനെ സംരക്ഷിച്ചു കൊള്ളുമാറാകണമേ. ദൈവതമ്പുരാനേ, നിന്റെ മനുഷ്യ സ്നേഹം മൂലം ഈ മകളിൽ കരുണ ചെയ്യുമാറാകണമേ. ഇവ ചെയ്തുകൊണ്ടുള്ള ഹീനകർമ്മങ്ങളെ നീ പരിഗണിക്കരുതേ. ഇവ ചെയ്ത പാപങ്ങളെ നീ ഓർക്കുകയും വരുന്നേ. ഭയങ്കരമായ നിന്റെ ന്യായവിധിയിൽ ഇവനെ ശിക്ഷിക്കുവാനിടയാകരുതേ. നിരാശയിലെ ഇവനെ വിട്ടയക്കുകയും വരുന്നേ. ഇവനെ അഗ്നിയുടെ അവകാശമായി നിശ്ചയിക്കരുതേ. നിന്റെ കൃപയിൽ നിന്ന് നിരോധിക്കപ്പെടുകയും ചെയ്യരുതേ. നിന്റെ സ്നേഹിതരുടെ കൂട്ടത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുവാനിടയാകുവാനിടയാകരുതേ. നിന്റെ കരുണയും ചെറുക്ക് വലിച്ചവനെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ ദിവസത്തിനായി സന്തോഷപൂർവ്വം കാത്തിരിക്കുന്ന നിന്റെ സകല സ്നേഹിതന്മാരും വത്സവന്മാരും ഇവന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ രാജ്യത്തിന് ഇവനെ അർഹനാകണമേ. മോക്ഷമില്ലാത്തവനും അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പോലെ എല്ലാവർക്കും പ്രതിഫലം നൽകുന്നവരുമായ നീതിയും സത്യമുള്ള ന്യായാധിപതിയായുള്ള സന്തോഷാനന്ദങ്ങളോടെ നിന്റെ മോടെ മണവറയിലേക്ക് പ്രവേശിക്കുകയും നിന്റെ കരുണയെ കൃപയെ സ്തുതിച്ചു പാടുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനോട് പരിശുദ്ധരുടെ കൂടെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. Masiha
ദൈവം ലേചിതരാകും സദാ നീതിപരന്മാരെല്ലാം മോദിക്കും ശോഭനമാം വസനത്താൽ ഭൂഷിതരായി ദീപികയാലെത്തും മണവാളരുമായി മാനവരയെ പോയിടുവാൻ താഴ്ത്തുമോ രാജാവിൻ വരവിങ്കൽ ദൂതവരന്മാർ കാകലമോതും നേരം കബറുകളും പാറകളും പൊഴിയുമുടെ മൃതരെല്ലാം ഉദ്ധാനം ചെയ്തിടും ദീപികയാലെത്തും മണവാളനുമായി മാനവരയെ പോയിടുവാൻ അംഗങ്ങളെയെല്ലാം ചേർത്തിച്ചു ഭാഗം ഭാഗം വാടാക്കി കർത്താവിനെയാണോ താൻ തന്നെ മൃതസങ്കേതം ഞാൻ പ്രാപിച്ചു മോദകരം തേജസ്സംഗില്ല ഈ എന്റെ ശാശ്വത തേജസ്സേ ആനന്ദസ്ഥാനം പ്രാപിക്കും.
അൻപുടയോൻ തൻ വരവിൽ കൃപ ചെയ്യുവാൻ ആർത്തിപ്പിൻ.
വിധിക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവരായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ജീവിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യമാത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവനെ നിലയിരിക്കുന്നു, അങ്ങനെ ഭൗമികരും സ്വർഗത്തിൽ നിന്നുള്ളവനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൗമികൻ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സഭയാജ്ഞം അറിയിക്കാവുന്നതല്ല, നശ്വരമായതായ നശ്വരതയെയും അറിയിക്കാവുന്നതല്ല അതൊന്നും ഞാൻ പറയുന്നു. ഇതാ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയുന്നു, നാം എല്ലാവരും ആക്കിയില്ല. വേഗത്തിൽ നാം എല്ലാവരും മാത്രം മരിച്ച അക്ഷയരായ പുനരുദ്ധാനം ചെയ്യുകയും നാം വിവാദപ്പെടുകയും ചെയ്യുന്ന നശ്വരമായ മനുഷ്യരെയും മധ്യമായ അർത്ഥത്തെ ധരിക്കാൻ പോകുന്നു. അമീനായി വിവരിക്കുന്നു. പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ ഏറും കൃപയാലിവനെ രക്ഷിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ, ലോകത്തിന്റെ ജീവന്റെ രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യൂഹാനോൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും ശരീരം ധരിച്ച ജീവനുള്ള വചനമാം ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. അവരോട് പ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നവയെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവർത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരം ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിനെ തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ കവണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവകല്ലറകളിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടി പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രീതികരമായ ശബ്ദത്തിൽ കുറേ ലൈസോ എന്ന് ഏറ്റു ചൊല്ലണം.
ജീവന്റെയും മരണത്തിന്റെയും ഇടധികാരമുള്ളവരും മരണത്തിന്റെയും യോഗത്തിന്റെയും ഉടയവൻ ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവമായ രക്ഷിക്കാതെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തിരിക്കുന്നവനായ വിശുദ്ധമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയിൽ അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഞാൻ സമ്പൂർണമായ തന്റെ വ്യാപാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ വിശിയാതമ്പുരാനെ നിന്നോട് നിങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരും ആത്മാക്കളെ അകൽസായുടെ സൈന്യങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് സ്വപ്നരാതി രക്ഷിച്ചവനായ ദൈവത്തമ്പുരാനെ ദുഷ്ടാത്മാക്കളുടെ ആത്മാക്കളെ പിടിവിടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവനിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ രക്ഷിച്ച് സ്വർഗീയോസ്മേവരെത്തിക്കുമാറാകണമേ. രണ്ടാമത്തെ വരവിന്റെ ഹൃദയത്തിനായി പുറപ്പെടുകയും സകലശുദ്ധന്മാരോട് ഒരുമിച്ച് പിതാവിനെയും പരിശുദ്ധരൂഹായെയും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമാനത്തിന്റെ പ്രകാശരശ്മികളാൽ എല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിക്കണമേ. നാം പ്രാവശ്യം കുറിയനായ ഏറ്റുചൊല്ലണം. ഈ പ്രിയ സഹോദരൻ ജോസ് തോമസിന്റെ ഭൗതിക ജീവിതം അവസാനിപ്പിച്ച് താൻ പ്രിയപ്പെട്ട കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുവാനാണ് നാം എല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഉചിതമായ നിലയിൽ അദ്ദേഹത്തിന് പ്രാർത്ഥനാപൂർവമായ ഒരു യാത്രയെ ഈ ഭൂമിയിൽ നിന്ന് നാം നൽകുകയാണ്. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഓർക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഷീന ചേച്ചിയെ പ്രത്യേകം ഓർക്കുന്നു. പ്രിയ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഫരീദാബാദ് സെന്റ് ജോർജ് ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിയപ്പെട്ട കുടുംബം ഏറെ അനുഗ്രഹവും സന്തോഷകരവുമായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദരൻ ജോസ് തോമസ് ഈ ദേവാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ശക്തമായ നിലയിൽ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിക്കുകയും ദേവാലയത്തോട് ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് അദ്ദേഹത്തിന് നിവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട അലക്സ് അച്ഛൻ നാട്ടിലായിരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെതായ എല്ലാ നിർദ്ദേശങ്ങളും ഈ ശുശ്രൂഷയിലുണ്ട്. കടന്നു വന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം ഈ പ്രിയപ്പെട്ട ദാസന്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുകയും ഈ ഡൽഹി ഭദ്രാസന സെക്രട്ടറിയും ഈ ഇടവകയുടെ മുൻവികാരിയുമായിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട ബോബിയച്ചൻ ഇപ്പോൾ ഈ കുടുംബത്തോടുള്ള പ്രതി പ്രാർത്ഥനാപൂർവമായ അനുശോചനം ഈ സമയം അറിയിക്കുകയാണ്. എല്ലാവർക്കും അവിടെ ഒരു നിമിഷം ഇരിക്കാം. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, ഏറെ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് കുടുംബത്തോടൊപ്പം ഈ ഇടവകയും വളരെയധികം വേദനിക്കുന്നു എന്നും എനിക്ക് അറിയാം. കാരണം 3-4 വർഷം ഈ ഇടവകയിലെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നതായ ജോസ് തോമസുമായിട്ട്
വളരെ അടുത്ത വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ച ഒരു ആളാണ് ഞാൻ. നമുക്കറിയാം, മരണം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തടഞ്ഞു നിർത്തുവാനായിട്ട് കഴിയില്ല. അതെല്ലാവരും അഭിമുഖീകരിക്കേണ്ടതായ ഒരു സംഗതിയാണ്. നമ്മുടെ സഹോദരൻ ജോസ് തോമസ് ഇവിടെ കിടക്കുന്ന പോലെ ഒരു ദിവസം നമ്മളെല്ലാവരും ഇതിനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് നിശ്ചയമായിട്ടുള്ളതായ കാര്യമാണ്. മരണത്തെ കുറിച്ച് ഒറ്റ വാക്കിലേക്ക് പറയാം, ഒരു നിശ്ചയത്തിന്റെയും അനിശ്ചിതത്തിന്റെയും സംഗമമാണ് മരണം. കാരണം മരിക്കുമെന്നുള്ളത് നിശ്ചയമായിട്ടുള്ളതായ കാര്യമാണ്. എന്നാൽ എപ്പോൾ മരിക്കും എന്നുള്ളത് അത് അനിശ്ചിതമായി തുടരുകയാണ്. അതുകൊണ്ടാണ് മരിക്കുമെന്ന് അറിയാൻ നമുക്ക് എപ്പോൾ മരിക്കുമെന്നുള്ളത് അനിശ്ചിതമായി തുടരുന്നതുകൊണ്ട് അതിന്റെ ഒരു സംഗമസ്ഥാനമാണ് മരണം എന്ന് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അവന്റെ ജനനത്തിൽ അനേകർ സന്തോഷിക്കും. യോഹന്നാന്റെ ജനനത്തെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. പശ്ചാത്തലം സക്രിയ പുരോഹിതനോട് മാലാഖ ആയുള്ള സംസാരത്തിൽ പറയുന്നതാണ്. അവിടെ യോഹന്നാന്റെ ജനനത്തിൽ അനേകർ സന്തോഷിക്കുമെന്നുള്ളതായ കാര്യമാണ് സക്രിയാവിനെ മാലാഖ അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യൻ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവരും ചിന്തിക്കും, ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ വേദഭാഗം നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. യോഹന്നാന്റെ ജനനത്തിൽ അനേകം പേര് സന്തോഷിക്കും. ഇവിടെ നാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ജീവിത രീതി ആയിരിക്കണം. ഞാൻ ഈ ഭാഗം ഇവിടെ പ്രത്യേകം പ്രതിപാദിക്കുവാൻ കാരണം, ഇന്നിവിടെ മരിച്ചു കിടക്കുന്നതായ ഈ മനുഷ്യൻ മറ്റുള്ളവരെ എത്രയധികം സന്തോഷിപ്പിക്കുവാൻ കഴിയുന്നോ അത്രയധികം സന്തോഷിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് അറിയാം. കാരണം ഇദ്ദേഹത്തിന്റെ ബാപ്റ്റിസം, മാര്യേജ്, അങ്ങനെയുള്ളതായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ നിരന്തരമായി ദേവാലയത്തിൽ വന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹം കമ്മിറ്റി മെമ്പർ ആകുന്നു. അങ്ങനെ വളരെ ആത്മാർത്ഥമായ ഇടവകയിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ മിക്കവാറും ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതായ സമയത്ത് അതിന്റെ ഒരു പകുതി സമയമാകുമ്പോൾ ഒരു വലിയ ബേസ് ബോർഡും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കയറി ഇതിലേക്ക് മുകളിലേക്ക് പോകുന്നതായ ഒരു ചിത്രമാണ് എന്റെ മനസ്സിലുള്ളത്. എപ്പോഴും വെറുതെ ദേവാലയത്തിൽ ഒരിക്കലും വരുന്നില്ല. മിക്കവാറും 1-2 ആഴ്ചകളിൽ അല്ലെങ്കിൽ മാസത്തിൽ 1-2 ആഴ്ചകളിലൊക്കെ ഇവിടെ വരുന്നതായ എല്ലാവർക്കും ലഘുഭക്ഷണവുമായിട്ടാണ് അദ്ദേഹം കടന്നത്, അദ്ദേഹത്തിന്റെ കുടുംബവും. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല. പ്രത്യേകിച്ച് ഇടവകക്കാരെ സംബന്ധിച്ച് വളരെ വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിന് ഈ ഇടവകയോടും ഇടവകക്കാരോടും പ്രത്യേകിച്ച് വൈദ്യരോടും വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2-3 വർഷത്തെ പരിചയത്തിന്റെ ഭാഗമായി അദ്ദേഹം ഇവിടെ സെക്രട്ടറിയിൽ തന്നെ വീട് വാങ്ങുവാനൊക്കെ ഇടയായത്. എല്ലാ വീടുകളുമായിട്ടും വളരെയധികം സഹകരിച്ച്, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ എല്ലാ കാര്യങ്ങളിലും ദേവാലയത്തിൽ എന്തെങ്കിലും ഭക്ഷണം വന്നാൽ രാത്രി മുഴുവനാണെങ്കിൽ അങ്ങനെ വീടുകളിൽ എന്തെങ്കിലും ഭക്ഷണം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് കാര്യം പറഞ്ഞാലും അതങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. അപ്പോൾ അതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇവന്റെ ജനനത്തിൽ അനേകം പേരെ സന്തോഷിക്കും. നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട്, ഈ ലോകത്തെ ജീവിതം കൊണ്ട് നമുക്ക് നേടുവാൻ കഴിയുന്നതായ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. എന്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ജീവിത രീതികളിലേക്ക് നാം കടക്കേണ്ടിയിരിക്കുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയപ്പെട്ട ജോസ് തോമസ്. പ്രത്യേകിച്ച് എല്ലാ അനുശോചനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇടവ മെത്രാപ്പൊലീത്ത ഫിലിപ്പ് തിരുമേനി വിളിച്ചിരുന്നു. അദ്ദേഹം അനുശോചനം അറിയിക്കണമെന്ന് അറിയിച്ചിരുന്നു. ഭദ്രാസനത്തിന്റെ പേരിലുള്ളതായ എല്ലാ അനുശോചനം അറിയിക്കുന്ന പ്രിയപ്പെട്ട കുടുംബത്തിന്റെ ദുഃഖത്തിൽ വ്യക്തിപരമായിട്ടും ഇടവകകളുടെ പ്രതികരിച്ചെല്ലാം ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പ്രത്യേകം ആത്മാവിന് വേണ്ടി അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഹൈദരാബാദ് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ജോസ് തോമസ് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു എന്നുള്ളതറിയാം. ഇപ്പോൾ ഫരീദാബാദ് മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് മിസ്റ്റർ KV ആന്റണി ഇപ്പോൾ ഒരു വാക്ക് അനുശോചനം അറിയിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, തോമസിന്റെ മകൻ ബന്ധുജനങ്ങൾ ഇവിടെ കൂടെ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ ഈ ദുഃഖത്തിൻ്റെ ദിവസം ജോസ് തോമസ് ഇവിടുത്തെ അനശ്വരമായ ഈ യാത്ര തീർത്തുകൊണ്ട് അനശ്വരമായ, നമ്മളെല്ലാം വിശ്വസിക്കുന്ന അനശ്വരമായ ആ ലോകത്തിലേക്ക് യാത്ര പറഞ്ഞിരിക്കുകയാണ്. മരണം എപ്പോഴും ആ അനശ്വര ജീവിതത്തിലുള്ള കവാടമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മളെ അതിൽ പ്രത്യാശിക്കുന്നു. അതിൽ കൂടി നമ്മളെല്ലാം സമാധാനിക്കുന്നു. ആ ഒരു വിശ്വാസം ഇനി ഈ ബന്ധുജനങ്ങൾക്കും പ്രിയ പത്നിക്കും മകനും ഒരു ശക്തി കിട്ടട്ടെ. എന്നിരുന്നാലും പെട്ടെന്നുണ്ടായ ആകസ്മികമായ വേർപാടുകൾ എപ്പോഴും നമ്മളുടെ ദുഃഖം കൂടുന്നതായിരിക്കും. അവർക്ക് ആ ശക്തിയും മുന്നോട്ട് ജീവിക്കാനുള്ള എല്ലാ ശക്തിയും സമാധാനവും ഈ കൂട്ടായ്മയിൽ നിൽക്കുന്നതായിരിക്കും. അതുപോലെ പള്ളി കൂട്ടായ്മയും ഫരീദാബാദിലെ മലയാളി സമൂഹത്തിൻ്റെ കൂട്ടായ്മയും സഹകരണവും എല്ലാം അവർക്ക് എന്നും കിട്ടുന്നതായിരിക്കും. ഈ അവസരത്തിൽ ഫരീദാബാദിലെ മലയാളികളുടെ പേരിൽ, ഫരീദാബാദ് മലയാളി അസോസിയേഷൻ്റെ പേരിൽ എല്ലാ അനുശോചനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ഫരീദാബാദ് എന്ന പ്രദേശം എല്ലാ സഭകളും സഭാമക്കളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതായ ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ എക്യുമെനിക്കൽ പ്രസ്ഥാനം ഇവിടെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതായ ഒരു പ്രസ്ഥാനമാണ്. എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന് വേണ്ടി അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ തോമസ് കെ തോമസ് നമ്മുടെ സഹോദരി സഭയായ മാർത്തോമ സഭയിലെ അംഗമാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു വാക്ക് അനുശോചനം. ഏറെ സ്നേഹവും ബഹുമാനമുള്ള വന്യ വൈദിക ശ്രേഷ്ഠർ, യുഗത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ദുർഭാഗ്യരായിരിക്കുന്ന ഇടവ ജനങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ഇങ്ങനെയുടെ വന്നിരിക്കുന്ന ഏവരുമേ, നമുക്കറിയാം മരണം ഏറെ വേദനാജനകമാണ്. ബഹുമാനപ്പെട്ട ബോബി ജോർജ് പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു അന്ത്യത്തെ മരണം, അത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആകുമ്പോൾ അതീവ വേദനാജനകമാണ്. ഈ വേദനയിൽ, ആ കുടുംബത്തോടുള്ള വേദനയിൽ നമുക്ക് പങ്കുചേരാം. ശിഷ്ടകാലം ദൈവം തന്റെ ദൂതന്മാരാൽ ഈ കുടുംബത്തെ പരിപാലിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സഹോദരി സഭ വർത്തമാന സഭയുടെ പേരിലും ഐക്യമെനിക്കൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള ഹൃദയത്തിന്റെ ഭാഷയിലുള്ള അനുശോചനത്തെ എന്നോട് അർപ്പിക്കുന്നു. ശിഷ്ടകാലം ദൈവത്തിന്റെ ദൂതന്മാരാൽ കാവലിൽ കരുതേണ്ടെന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഫരീദാബാദിലുള്ള മലയാളികൾക്ക് എപ്പോഴും ആശ്രയവും സഹായവുമായിരിക്കുന്ന ഒരു ആശുപത്രിയാണ് DK ഹോസ്പിറ്റൽ. അവിടെ ജോലി ചെയ്യുന്നതായിരിക്കുന്ന ഏറെ സ്നേഹാദരവുള്ള ഡോക്ടർ ഷാൻഡി ഇപ്പോൾ ഒരു വാക്ക് അനുശോചനം അറിയിച്ചു.
സ്നേഹബഹുമാനപ്പെട്ട വലിയ ശിഷ്യന്മാരെ, വൈദികരെ, ദുഃഖാർത്ഥരായിരിക്കുന്ന ഇടവകജനങ്ങളെ, കുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എല്ലാവർക്കും नन्हे അറിയിക്കുന്നു. जोस भाई हम सबके लिए इतना प्रेरक था, बच्चे से लेकर बड़े तक उनको याद करते थे हर टाइम, कोई भी टाइम, आधी रात को भी कोई भी काम बोले तो मना नहीं करते थे। इसीलिए यहाँ पर सब लोग बेहद दुखात उनके फैमिली का हम आशा करते हैं, ईश्वर से आशीष मांगते हैं आगे आने वाले टाइम में हम सबके लिए अच्छे हेल्थ और अच्छे आशीष के साथ जीने की कृपा दे। जोस भाई और शीना जी, फ्रेंड्स की तरफ से, स्टाफ की तरफ से मैं आप सबको थैंक यू कहती हूँ। ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമേറെ അനുഗ്രഹമായിരുന്നല്ലോ. വളരെ കുറച്ച് ഇടവകാംഗങ്ങൾ മാത്രമുള്ള ഈ ദേവാലയ കൂട്ടായ്മയിൽ ഒന്നിച്ചു ചേർന്ന് ഇവരോടൊപ്പം പ്രവർത്തിച്ച കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ സ്മരിക്കുകയാണ്. എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ ദേവാലയത്തിന് ഏറെ അനുഗ്രഹവും ആശ്രയമായിരുന്നു ആ കുടുംബം. ഈ ദേവാലയത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷിബു സുമാശൻ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. ബഹുമാനിയായ വൈദിക സ്പെഷ്യൽ കർത്താവ് അംഗീകരിക്കപ്പെട്ട ദൈവത്തിൽ ജനിക്കുന്നു. ഒരുപാട് സങ്കടത്തോടുകൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഞാൻ തലതൊട്ട, എൻ്റെ പേരാണ് തോമസ് അവസാനം കിടക്കുന്നത്. ഞാൻ തലതൊട്ട കുറേ മക്കളുടെ ഉണ്ട്, അതിലൊരാളാണ് അദ്ദേഹം. ഒരുപാട് ശരിക്കും ഒരു ക്രിസ്ത്യാനിയുടേതായ ജീവിത രീതി കാണിച്ച ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്ത്യാനിയായി വന്നു മുതൽ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ഗോപിച്ച് ഒപ്പിച്ചതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും കുമ്പസാരിച്ച് കുർബാന ചൊല്ലുന്ന, കൈക്കൊള്ളുന്ന അപൂർവ ചിലർ ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി സഭാപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത സമയത്ത് 40 ദിവസത്തിലെങ്കിലും കുമ്പസാരിച്ച് കുർബാന കൊള്ളണം എന്ന് പറഞ്ഞത് അക്ഷരപ്രതി അനുസരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഈ കിടക്കുന്നത്. ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് മാതൃകാപരമായി കാണേണ്ട ഒരു മനുഷ്യൻ. जब भी चर्च में आता है तो सबके लिए खाना की सबसे पहले खिलाने में तो ये आदमी इतना उत्सुक थे, सबको खिलाना, कुछ ना कुछ खाना लेके। कोई प्रोग्राम हो जाता है, कोई भी प्रोग्राम है तो जोश भाई खाना का अरेंजमेंट करते थे, मतलब अपने पैसे से, कभी पैसा की बात नहीं करता था, तो अपने पैसे से कुछ ना कुछ खाने के लिए लेके आते थे। महीने में कम से कम एक बार तो सबको खाना खिलाने में इतना कुछ थे। और हमने कई बार मना किया, और कहीं ना कहीं जाकर समोसा, कभी समोसा लाता है, कभी पेटीज लाता है, कभी बिरयानी लाता है, कुछ ना कुछ तो लेके ही आते थे। इतना मतलब लोगों को खिलाने में। और हमारी एनुअल फीस्ट में कितना भी मना करेगा तो कहीं ना कहीं से पटाखा ला के फोड़ना, और मतलब सबको खुश रखने में, और सब चीज को मतलब जिंदगी को मतलब पूरा फेस्ट, कोई भी फीस्ट आता तो इतना उसको मतलब खुशियों से भर देते थे आदमी। ये इनका जो इतना जल्दी किसी ने सोचा नहीं इनसे निकल जाना, लेकिन ऊपर वाले ने जब भी बुलाएगा तो हमें जाना ही पड़ेगा। इस चर्च की तरफ से इसमें ये जो अंतिम विदाई में जोश भाई की अंतिम विदाई में हाँ जो भी आया है उनको सबको चर्च की तरफ से हम धन्यवाद करते हैं। तो पादरी लोग यहाँ आया है, उनको चर्च की तरफ से धन्यवाद करते हैं। और इसके लिए हमारे इस प्रेयर से चर्च का सारा प्रोग्राम ही खत्म हो जाता है। इनके बाद सेमेटरी में जाता है, सेमेटरी में जाके वहाँ अंतिम संस्कार का कार्यक्रम करेंगे। सेमेटरी यहाँ से करीब 1.5 किलोमीटर दूर है, गाड़ी का अरेंजमेंट है वहाँ, लेकिन थोड़ा सुविधा कम है। उस हिसाब से वहाँ जितना भी जो नई सेमेटरी बना हुआ है वहाँ इतना सुविधाएं नहीं है। जो है जो परेशानियाँ होगा वो परेशानियों के बीच में हमें काम को कंप्लीट करना है। इस सबके बाद इसके सारे प्रोग्राम के बाद सबके लिए स्नैक्स का भी अरेंजमेंट कर रखा है। सबने आकर स्नैक्स भी लेके जाना है। और जो भी यहाँ जो अंतिम विदाई देना है, जिसको आखिरी विदाई देना है, वो अभी उसका टाइम है।
और जाकर अपना अंतिम विदाई ले सकता है। इस टाइम जो कर सकता जहाँ जोशभाई जहाँ रहता है वहाँ का डॉक्टर पंडित सब आया हुआ है, वो अभी अपनी बात रखेंगे। मुझे बड़ा दुख के साथ कहना पड़ रहा है, जोश भाई के साथ मेरी पिछले 15-20 साल से दोस्ती थी और बेसिकली ये आदमी नहीं था, ये संत था। इस आदमी ने कभी कभी किसी के साथ कपड़ा नहीं किया और ये मार्केट में जहाँ बैठे थे वहाँ इतनी ईमानदारी से इन्होंने काम किया है जो मतलब काबिल तारीफ है। मैं ये बताना चाहता हूँ कि जो अच्छा आदमी होता है, जो सच्चा आदमी होता है, जो संत आदमी होता है, उसकी जरूरत ऊपर वाले को ज्यादा होती है। तो वो उसकी जरूरत यहाँ नहीं होती, इसलिए शायद ऊपर वाले ने इसको ऊपर। ये शाम को मेरे साथ आए हैं, आकर के मेरे साथ हंसी ठट्टा करते हुए मजाक करते हुए मतलब ऊपर चढ़े। तब तक इनको कोई प्रॉब्लम नहीं थी और रात को इनको हार्ट अटैक आ गया और वो भी ऐसा है कि पिछले 15 मिनट के अंदर इनकी परमात्मा इनकी शरीर को शांत कर गया और इनकी रूह को अपने साथ ले गया। और हम लोग बैठे बैठे देखते रह गए कि ये क्या हुआ। इनको किसी तरह की कोई बीमारी नहीं, कोई सिम्टम नहीं, शुगर थी वो भी कंट्रोल थी और वैसे पूरी तरह ये स्वस्थ थे। शाम तक मैं इनसे मिला हूँ, शाम तक इन्होंने इनसे बात करी है। सबसे बड़ा दुख इस बात का है कि जो सच्चा और ईमानदार आदमी होता है उसकी संसार को ज्यादा जरूरत होती है, क्योंकि यहाँ ठगी ठग सब जगह बने हुए हैं, लेकिन सच्चे आदमी को परमात्मा पहले अपने पास बुला लेता है। ये बहुत गलत करता है। जोश भाई को मैं पूरे आरसीएच परिवार की तरफ से नमन करता हूँ और अपनी श्रद्धांजलि पेश करता हूँ। जो कुछ हमसे हो सका हमने करने की कोशिश करी। जोश भाई कोई गलती हो और ഏറെ മനോഹരമായ ഒരു ശുശ്രൂഷ ഈ ഭൂമിയിൽ നമുക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറെ അനുഗ്രഹവും മനോഹരവുമായിരിക്കുന്ന ഒരു ശുശ്രൂഷ അദ്ദേഹത്തിന് ലഭ്യമായി. ഡൽഹി ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരും അവരവരുടെ ദേവാലയങ്ങളെ പ്രതിനിധീകരിച്ച് കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ അനുശോചനങ്ങൾ ഇടവകയുടെ അറിയിക്കുകയും ചെയ്യുന്നു. എത്തിച്ചേർന്ന വന്യ കോർപ്പിസ്കോപ്പാച്ച് ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ഷീന ചേച്ചിയെ നമുക്ക് പ്രത്യേകം ഓർക്കാം, മോന് വേണ്ടി പ്രാർത്ഥിക്കാം. ചേച്ചി ആഗ്രഹിച്ചതുപോലെ മനോഹരമായ ഒരു ശുശ്രൂഷ എല്ലാ വൈദിക ശ്രേഷ്ഠരും കടന്നു വന്ന് നടത്തപ്പെടുവാൻ ഇടയായതിൽ ചേച്ചിക്ക് ഏറെ സന്തോഷമുണ്ടെന്ന് അറിയാം. ഇപ്പോൾ കുടുംബത്തിന് വേണ്ടി പ്രിയപ്പെട്ട ചേച്ചിയുടെ ബ്രദർ ഷിജു ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നന്ദി അറിയിക്കുന്നതായി. സന്ദർഭമാണ് നന്ദി പറയുക എന്ന് പറയുന്നത് എത്രമാത്രം ഫലപ്രദമായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിഴവുകളുള്ള ക്ഷണിക്കാൻ സമയം നിങ്ങൾ തയ്യാറാണെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യമായി തന്നെ ഈ 2 ദിവസത്തോളം ഈ ഭവനത്തിൽ എനിക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നു. ഞങ്ങളുടെ ആ ഭവനത്തിൽ ഞങ്ങളുടെ സാന്നിധ്യമില്ലാത്ത ഭവനത്തിൽ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം അത്രമാത്രം വിലപ്പെട്ടതായിരുന്നെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതിൽ ഓരോരുത്തരോടുള്ള നന്ദിയും സ്നേഹവും നിങ്ങളുടെ കുടുംബത്തിനോട് അറിയിക്കുന്നു. വലുതാവാനുള്ള ഒട്ടുമിക്ക മലയാളി സുഹൃത്തുക്കളും ഭവനത്തിൽ കടന്നു വന്ന് അനുശോചനം അറിയിക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഞങ്ങൾ വേണ്ടതായ എല്ലാ സഹകരണങ്ങളും സഹായവും ഞങ്ങൾ ദൂരദേശത്തിരുന്ന് വിളിക്കുന്ന സമയത്തൊക്കെ ഇവിടുത്തെ ആൾക്കാർ എത്ര ഊഷ്മളമായാണ് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്തതെന്ന് വാക്കുകൾക്ക് അറിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഭവനത്തിലെ പ്രാർത്ഥനകൾക്കൊക്കെ നേതൃത്വം നൽകുകയാണ്. ബഹുമാനപ്പെട്ട എല്ലാ വൈദികരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും സന്തോഷകരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ യാത്രയൊക്കെ നടത്തണമെന്ന് വാശിയോടുകൂടി ചെയ്ത കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയ ഫലിത മലയാളി അസോസിയേഷൻ നന്ദിയുടെ വാക്കുകൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ BKS ഹോസ്പിറ്റൽ സ്റ്റാഫ്, ആർസി സ്റ്റാഫ്, അവരുടെയൊക്കെ സഹപ്രവർത്തകർ, ചതിലൂടെ
അദ്ദേഹത്തെ അറിയാവുന്ന ഒട്ടുമിക്ക ആളുകൾ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒത്തിരി ആശ്വാസം പകരുവാനുള്ള വഴിയായി തീർന്നു. ഈ അവസരത്തിൽ ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും കുടുംബത്തിനുവേണ്ടി അറിയിക്കുന്നു. ഇപ്പം തന്നെ ഇന്ന് വൈദികർ കടന്നു വന്നിട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുവാൻ കടന്നു വന്ന കോൺഗ്രസ് മനുഷ്യൻ, അതുപോലെ തന്നെ മറ്റു വൈദികർ, എനിക്ക് പലയിടത്തിനും വ്യക്തിപരമായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ പേരുകൾ പരാമർശിക്കുന്നില്ല. എന്നെ പലർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെയൊക്കെയും സ്നേഹവും സഹകരണവും സാന്നിധ്യവും ഞങ്ങൾക്ക് എത്രമാത്രം ആശ്വാസം പകർന്നുവന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിന് ഞങ്ങളുടെ ഉപയോഗത്തോടുകൂടി നന്ദി അറിയിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഈ ഒരു അവസരത്തിൽ എൻ്റെ കൈ ഒരു പിഴവ് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഓർമ്മ കൂടെ പറഞ്ഞു. ഏവർക്കും വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി ചേർത്ത് ഈ ഇടവയോട് ചേർന്ന് പ്രവർത്തിച്ചതിന് വേണ്ടി നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തതിന് ഒരിക്കൽ കൂടി ഹൃദയംഗമായി കുടുംബത്തിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വൈകിട്ട് 6:30 വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. 6:30 നമ്മുടെ ഭവനത്തിൽ വെച്ച് സന്ധ്യാപ്രാർത്ഥന നടത്തപ്പെടും. ഇപ്പോൾ ധൂപ്രാർത്ഥന നടത്തും. അതിനുശേഷം അന്ത്യ ചുംബനം നൽകുവാനായിട്ടുള്ള സമയമാണ്. പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് പ്രിയപ്പെട്ടവരെ ബന്ധുമിത്രാദികൾക്കൊക്കെ അദ്ദേഹത്തിന് അന്ത്യ ചുംബനം നൽകുവാനായിട്ടുള്ള സമയമുണ്ട്. ഈ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഇത് വീക്ഷിക്കുന്നുണ്ട്. ആദ്യം ആശുപത്രിയിലായിരുന്നുകൊണ്ട് അതിൻ്റെ പരിസരത്ത് അല്പം ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. നാട്ടിൽ ആയിരുന്നത് കാണുന്നതായി പ്രിയപ്പെട്ടവരോട്, അതുകൊണ്ടാണ് ആദ്യത്തെ ക്രമങ്ങൾ പള്ളിയിൽ വെച്ച് വീട്ടിൽ വെച്ചുള്ളതായ ക്രമങ്ങൾ പലതും ആളുകൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. നാട്ടിൽ നിന്നും അനേകം വിളിച്ചു ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ സദയം ക്ഷമിക്കണം, ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. ആശുപത്രിയുടെ പരിസരത്തായിരുന്നല്ലോ താമസിക്കുന്നത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തും. അതിനുശേഷം നമുക്ക് അന്ത്യചുംബനം നൽകി ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകും. കൃപജീവതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ജീവൻ
സെമിത്തേരിയിലേക്ക് പോകാനുള്ളവർ ഇവിടെ നിൽക്കാതെ വേഗം വാഹനങ്ങൾ ഇവിടെ നിന്നിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. ആംബുലൻസ് മുമ്പോട്ട് പോകണം. അപ്പോൾ വാഹനം വഴിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ വാഹനം എടുത്ത് നേരെ സെമിത്തേരിയിലേക്ക് പോകാൻ ശ്രദ്ധിക്കണം. ഇവിടെ നിന്നാൽ ഇങ്ങനെ നിൽക്കാവുന്നുള്ളതേ ഉള്ളൂ. ശരീരം ഇപ്പോൾ പള്ളിയിൽ നിന്ന് എടുക്കുന്നതാണ്. നൽകാൻ എൻ്റെ കണക്കെല്ലാം സർവരഹസ്യവിധീശൻ പാഴൂഴിയിലുയരും ശൂശാനപ്പൂക്കൾ വസ്ത്രം കൈപ്പണിയല്ലാത്തതു ചാരിടുമ്പോൾ ആദാമക്കൾ
പുണ്യാത്മാക്കൾ വത്സരേ ദൂരത്തിന്തിനു നിൽക്കുന്നേ നരികിൽ വരൻ ശ്ലോമോ നൽകി പ്രാർത്ഥിച്ചിടുവേ ഭുവന നിവാസികളെ ശുഭമോടുവായിടുവേ ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം कोई अगर आके अंतिम दर्शन करना है तो आगे आके देख देखना आगे आ जाइए थोड़ा साइड दे दें ऐसे घूम के जा सकते हैं कोई किसी को देखना है तो आगे आ जाइए अभी ये बंद करने जा रहे हैं उससे पहले किसी को देखना है पल्सलरी दूरा तेंदिनो भाई यार तो आने दो ഭുവന നിവാസികളെ ശുഭമോടു പോയിടുവീ पीछे रखना ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം പോകുന്നേ നൽകാൻ എന്റെ കണക്കെല്ലാം സർവരഹസ്യവിധീശൻ തിരുസന്നിധിയിൽ വൈരോപ്യം സുമുഖം തന്റെ ദൈവീക കൽപ്പനയാലും കർത്തൃഹിതപ്രകാരവും ഈ ദാസനെ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായവിന് അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലമുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയത്തിൽ നിന്നും ഇവൻ വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോട് കൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലമൊഴിക്കപ്പെടുന്നു. ഭസ്മോദാബോ ഉദാബ്രോ വധുരുഹോ അയോകാദിശ
മിശ്ലഹായേ തൽവോലം വൽമേ നീ മണ്ണാകുന്നു, ഈ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. വീണ്ടും നവീകരിക്കപ്പെടുകയും ജീവൻ അരുളി ചെയ്ത പ്രകാരം കർത്താവീത തിരുവിഷ്ടം ഈ ദാസനിൽ നിറവേറ്റിയിരിക്കുന്നു. കബറിൽ പോകിടുമതിവീരേ തന്നധികാരം ചെയ്യും വിസ്മയമാശ്ചര്യം പോലും ദൂതന്മാർ ചേരും ചിതറിയൊരല്ലകിലും നേടും തേജസാത്മാവൊടുതനുവും നാശം കൂടാതുയരേൽക്കും സ്തുതിയും മാതാമറിയാം തൻ സോദരനാകുല്ലോ സച്ചിനെന്നാലും ജീവൻ കൽപ്പിച്ചാൻ നീ ചെന്നപ്പോൾ യായിരോ സുത ജീവിച്ചാൽ മൃതരം ജത്ത് ജീവിക്കും മൺമയനാമാതാമോടാനിയമം തള്ളിയ മൺമയനെ ഖേദിക്കേണ്ട നീ മൃതിയും ജീവനുമേ കേടും ദൈവസുതേ ഞാനെന്നോ ചാതുര്യത്തോട് ഭുവനത്തെ ഉന്നതരായി മേവും പദവികളിൽ നിന്നും ഭീകരനാകും വിധികർത്താക്കളുടെ ഭരണത്തിൽ നിന്നും വിശ്വാസികൾ മൃതരേറ്റിടുമീ പുണ്യം ജീവ പ്രഥമാമശിഹാനേ ദൈവികമാം സ്തുതി പാടിയിടട്ടെ. അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും, സകലപരേതർക്കും നിങ്ങൾ സ്വീകരണം ഞാൻ നേടാനർത്ഥിപ്പോഴേ തന്നെ ദുഷ്ടന ശിക്ഷണയും കൊണ്ടിക പോകും. മൃതിവച്ചം തന്നെ ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും. നിൻവരവധം കൂടാം മെൻകൃത്യങ്ങൾ ചിന്തിച്ചേ സ്വീകൃതനാവാൻ എന്റെ കർത്തിപ്പി എന്നേക്കും ശ്ലോമോ നൽകിടുവേ. നോർക്കൻ പ്രിയരെ എന്നെ പ്രാർത്ഥനയിൽ പുതിയ കഷ്ടം സാത്താനെ നഷ്ടം നിങ്ങളുടെ ഭരണം വശികമായിക്കും. നിങ്ങളുടെയോ നാഗതനായിടും മൃതരെഴുന്നേൽക്കോ സ്തുതിഗീതം പാടും. പോവീൻ വാതിലടച്ചിടുവീൻ കർത്താവ് വരും വാതിൽ തുറന്നു തരും. മരണമായോ സൃഷ്ടാവിൻ ധ്വനിയാൻ മൃതരെഴുന്നേൽക്കോ സ്തുതിഗീതം പാടും. വേഗമത്തിക്കും കർത്താവിൻ ദിവസം മൃതരെഴുന്നേൽക്കും മകളാർക്കോ ശ്രാപ്പികൾ കുഴലിയും പർദീസാദൻ അവകാശി വരിക. മകളാർക്കോ ശ്രാപ്പികൾ കുഴലൂതും പർദീസാദൻ അവകാശി വരിക. നമ്മുടെ രക്ഷയ്ക്ക് എഴുന്നള്ളിയ നാഥേ നമ്മുടെ ജീവൻ എഴുന്നള്ളുന്നു. നാശകനെ പ്രാണപ്രദദേവ വന്ദനമീശോ രക്ഷാദായകനെ. സ്ഥാനം നീങ്ങിയ നൗനൗകാനന്ദത്തിൻ പുറമുഖമാർന്നല്ലോ. സഭയും സുതരും സ്തുതിഗീതത്തോട് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനെ പരിപാലിക്കുന്നതിനുമായ കർത്താവിന്റെ തിരുനാമത്തിൽ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണമേ എന്നേക്ക് നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങൾ സ്വർഗീയമാലാകന്മാരും പ്രധാനമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമീരുമായി ഞങ്ങൾ സ്തുതിക്കുന്നു. കാലമൊക്കെയിലും നേരമൊക്കെയിലും ഉയരങ്ങൾ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും വരും മനുഷ്യർക്ക് ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യും. സ്വീകരിച്ചതിനൊക്കെ ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവ് സ്വർഗീയ രാജാവ് സൃഷ്ടാവുമായിരിക്കുന്ന ദൈവമായ കർത്താവേ നിന്നെയും
യേശുമിശിഹായ ദൈവപുത്രനായ ദൈവമായ കർത്താവേ, വിശുദ്ധരൂഹായോടുകൂടെ നിന്നെയും നിന്റെ സ്ത്രീയുടെ വലിപ്പ നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്നവനും വഹിച്ചവനുമായുള്ളവേ, എന്റെ ചെവി ഞായച്ച് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. പിതാവിന്റെ വലത് ഭാഗത്ത് മാത്രത്തോടെ ഇരിക്കുന്നവനെ ദൈവമോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. വിശുദ്ധരൂഹായുടെ കർത്താവായ യേശുമിശിഹാ, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് നിത്യമായ കർത്തവ്യമുള്ളവൻ നീയാകുന്നു. കാലമൊക്കെയിലും നേരമൊക്കെയിലും ഞങ്ങൾ ജീവനോടിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും നിന്നെ നിത്യമുള്ളതും പരിശുദ്ധിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തനായ കർത്താവെ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്നെ വരുന്ന മഹത്വങ്ങളേക്ക് മഹത്വങ്ങളെ പ്രാബല്യമുള്ളതുമാകുന്നു. സ്തുതിക്ക് യോഗ്യമാകുന്നു, യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവത്തിന്റെ പിതാവുമായവനെ, നിനക്ക് നിന്റെ ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും പുകഴ്ച ചർച്ചയാകുന്നു. ആമീൻ. മരണമായിപ്പെടുവാനായിട്ട് സ്നേഹത്തിന് സ്ഥാനത്തേക്ക് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്. സർവശക്തി പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിനോട് സമത്വമുള്ളവരും തന്നെ ആ സ്ഥലം നിർമ്മിക്കൊണ്ടുവന്ന മനുഷ്യരാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിക്കാൻ വേണ്ടി പ്രകാരം സർവ്വ പരിശുദ്ധരൂഹായിൽ നിന്നും ദേവമാതാവായ ശരീരത്തിലുള്ള മനുഷ്യനായിരുന്നു മരിച്ചിറക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തുന്നതിന്റെ സ്രോതത്തിലേക്ക് കയറി എന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നാണ് യേശുവിശേർത്താൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന അർത്ഥാം പിതാവിന് പുറപ്പെടുവാനുള്ള ഗൃഹായാലും കാതോലികമായ പുതിയ ജീവനുമാനങ്ങൾ ശുഭമോടുവാണിടുവേ ലോകമായന്മാർക്കില്ല ഗുണം കാലമോ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിയിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിയിടുന്നു. യേശുവേ നീ
രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം സ്ഥലം മഹാവിശേഷം ഫലം എത്ര മധുരം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം ജീവവൃക്ഷത്തിൻ്റെ
ദൈവദൂതർ വരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു.